നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് അവൻ എടുക്കുന്നില്ല. അതാ എടുക്കില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി നിനക്ക് വരുമെന്നേ അവനറിയാമായിരിക്കും. കാരണം ബുദ്ധിയുള്ളവനെ ഒരു മുഴ മുമ്പേ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. രാഘവേട്ടൻ എന്താ ഇനിയിപ്പോ ചെയ്യാ? ഒന്നും രണ്ടും അല്ല, 15 കോടി ബാധ്യത വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഭാമേ. അപ്പോ നിനക്ക് നിന്നിലുള്ള അമിത വിശ്വാസം, അതിന്റെ മേലുള്ള അഹങ്കാരം, പിന്നെ എന്തിനേയും അടക്കി ഭരിക്കണമെന്നുള്ള നിന്റെ മൂഢസ്വപ്നത്തിലെ ജീവിതം, ഇതെല്ലാമാ നിന്നെ തകർത്തത്. ഒന്നിച്ച് താമസിച്ച സ്വപ്നങ്ങൾ നീത വീടിന്റെ അടിത്തറയളവിൽ നിൽക്കുമ്പോഴും നിനക്ക് നിന്റെ ധാർഷ്ട്യം മാറ്റാൻ പറ്റുന്നില്ലെന്നോർത്തേ ഞാൻ ലജ്ജിക്കാ ഭാമേ. ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നെ വിവാഹം കഴിച്ചതോർത്ത് ഇന്നാദ്യമായിട്ട് ഞാൻ വേദനിക്കുക. നിന്നെ വെറുപ്പായി പോയി ഭാമ. എനിക്ക് രാഘവേട്ട പറഞ്ഞു പോവാ. ഒരുപക്ഷെ ഇനി എനിക്കിവിടെ ഇത് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നലും. അതാ എന്റെ മൺമറഞ്ഞു പോയ കാരണവന്മാരൊക്കെ സാക്ഷി നിർത്തി ഞാനൊക്കെ ഇപ്പൊ പറയുന്നതേ. അല്ല, അവര് വിചാരിക്കരുതല്ലോ രാഘവന്റെ പിടിപ്പിക്കൂടണ്ട എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന്. രാഘവേട്ട സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയി. ഇനി ഈ ചതിയിൽ നിന്ന് എങ്ങനെ കരകയറാന്നാ ചിന്തിക്കേണ്ടത്. രാഘവേട്ട, അതിന് രാഘവേട്ടന്റെ സപ്പോർട്ട് എനിക്കിപ്പോ വേണ്ടത്. രാഘവേട്ട, തകർന്നു നിൽക്കുന്ന എനിക്കൊരു ആശ്വാസം. ആമേ, ഞാൻ തന്നെ നിൽക്കുന്നതാ ഈ ഒരു വടിയുടെ ബലത്തിലാ. ഞാനിനി നിനക്ക് എന്ത് സപ്പോർട്ടാ തരിക? ഇവിടെ ഇപ്പൊ സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കു തന്നെ. ഇവിടെ ഇനി എന്തൊക്കെ വരാൻ പോകുന്നുവോ അതിന്റെ എല്ലാ കാരണങ്ങൾക്കും നീ ഒരൊറ്റ ഒരാൾ തന്നെ കാരണക്കാരി. പിന്നെ കൂട്ടിച്ചേർത്തെടുക്കാനുള്ളതേ ഒന്നും രണ്ടൊന്നും അല്ല, 15 കോടിയാ. 15 കോടി. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാ ഇപ്പോ. ആ തുകയ്ക്ക് മുമ്പില് പകച്ചു നിൽക്കുക പകുതി വയ്യാത്ത ഞാനും ജീവിച്ചിരിക്കുന്ന ജഡമായി നീയും. ഇനി എന്താന്ന് വെച്ചാ നീ തീരുമാനിക്കൂ. ഒരപേക്ഷയുണ്ട്. ചെത്തി ചെയ്യുമ്പോഴേ ഒരാറടി മണ്ണ് ബാക്കി വെക്കാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിച്ചേക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.